ഹലോ ഗൈസ്, വെൽക്കം ടു ആദം സ്ട്രീംസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ലോലിപോപ്പാണ്. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചിക്കൻ്റെ വിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിങ്സ് കൊണ്ട് എങ്ങനെ ലോലിപോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ വിങ്സ് എല്ലാവർക്കും കിട്ടിയില്ല എന്ന് വിചാരിച്ചതാക്കുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷവർമ ഒക്കെ ഉണ്ടാക്കുന്ന കടകളിൽ ബോൺലെസ് ആക്കുന്ന സമയത്ത് വിങ്സ് എല്ലാം വെട്ടി വേസ്റ്റിൽ കളയുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരൊക്കെ തരുന്നതാണ്. ഇനി അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും അവർ തരുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് വിങ്സിൻ്റെ ഇതുള്ളത്. നമ്മളതിൻ്റെ അറ്റവശം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് മറ്റേ വശത്ത് കുറച്ച് എല്ല് തള്ളി നിൽക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു എല്ല് നമുക്ക് പിടിക്കാനുള്ള ലോലിപോപ്പിന് പിടിക്കാനുള്ള ഒരു ഇതാക്കിയിട്ട് മറ്റേ രണ്ട് എല്ല് അതിനുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇത് കറക്റ്റായിട്ട് തള്ളിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പോരും. നമ്മളത് എടുത്തിട്ട് ഒരു എല്ല് ഒഴിവാക്കുക, ഒരെണ്ണം നമുക്ക് ഒരു പിടിക്കാനുള്ള ഹാൻഡിൽ പോലെ നമുക്ക് വയ്ക്കാം. അങ്ങനെ കറക്റ്റായിട്ട് കൈ കൊണ്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഇതാവും. അങ്ങനെ ഇങ്ങനെ ഇതാക്കി എടുക്കുക. അങ്ങനെ എല്ലാ ഇതും നമ്മളങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത മസാല, ആദ്യം ഉപ്പ്, പിന്നെ കുറച്ച് അജിനോമോട്ടോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ, ലേശം ജീരകം ഇട്ട് കൊടുത്ത്, പിന്നെ വിനാഗിരി, സുർക്ക ലേശം ഒഴിച്ച് കൊടുത്ത്, പിന്നെ കളറ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളൊക്കെ കാശ്മീരി ചില്ലി ആണെങ്കിൽ കളറിൻ്റെ ആവശ്യമില്ല. നന്നായി കുഴച്ചെടുക്കുക. വേണമെന്നുള്ളവർക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ട് എല്ലായിടത്തേക്കും മസാല നന്നായി എത്താവുന്ന വിധത്തിൽ കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം വെക്കണം. കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ ഇതില്ല, ലോലിപോപ്പിൻ്റെ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫോയിൽ ചുറ്റി കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫോയിൽ ചുറ്റി വയ്ക്കുക. ഞാനിപ്പോൾ എല്ലാതും ഫോയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഇതാണ്, ഭയങ്കര സിമ്പിളായിട്ട്. സൂപ്പറായിട്ടില്ല. എന്തായാലും ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ മെല്ലെ ഇങ്ങനെ കയറിയിട്ട് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.